ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ജൂൺ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂറിൽ തന്നെ, അതായത് ആ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു അത് വിട്ടുകഴിഞ്ഞാൽ 7-ാം ഭാവത്തിൽ രാഹുവാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ചിങ്ങക്കൂറുകാർക്ക് ഒരു സ്ഥിതിവിശേഷമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കാലസർപ്പയോഗം എന്ന ഒരു യോഗം ഇതിൽ വന്നിട്ടുണ്ട്. കാരണം രാഹു കേതുക്കളുടെ പിടിയിലാണ് മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് വേണം പറയാൻ. രാഹു കേതുക്കളുടെ പിടിയിലാണ് മറ്റുള്ള ഗ്രഹങ്ങൾ. അതായത് രാഹു 7-ലും ജന്മത്തിൽ കേതുവും. അതിന് അപ്പുറത്താണ്, അതായത് രാഹുവിൻ്റെ തൊട്ട് 2-ാമത്തെ സ്ഥാനവും ചിങ്ങത്തിൻ്റെ 8-ാമത്തെ സ്ഥാനത്തിലാണ് ശനി നിൽക്കുന്നത്. അതുപോലെ തന്നെ 9-ൽ വ്യാഴം നിൽക്കുന്നുണ്ട്. 10-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 11-ൽ കേതു, 12-ൽ ചൊവ്വ. ഏകദേശം രാഹു കേതുക്കൾ ഒഴികെ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു ഫലമാണ് ഇവർക്ക് ഉള്ളത്. ഏത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു സമയമാണ്. ഗവൺമെൻറ് ആനുകൂല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കിട്ടുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭൂരേഖകൾ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പട്ടയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ലാൻഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭൂരേഖകൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ വികസനമില്ലാത്ത പാതകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള റോഡ് വികസനത്തിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്ക്, അതായത് ജീവനക്കാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അവരവർ ഉദ്ദേശിക്കുന്ന ലെവലുകളിൽ കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ചെയ്യാൻ പറ്റും. ഉദ്ദേശിക്കുന്ന കേസുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പോലീസ് മേധാവികൾക്ക് ഉചിതപരമായിട്ടുള്ള ഇത് വരും. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനമാന പദവികളും, അതുപോലെ തന്നെ അവരവർ ചെയ്യുന്ന വർക്കുകൾ സത്യസന്ധതയോടുകൂടി ചെയ്യുവാനും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാനും ഏകദേശം സാധിക്കാവുന്നതാണ്. ഗവൺമെൻറ് തലത്തിലും രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള തലത്തിലും വർക്ക് ചെയ്യുന്നവർക്ക് അതാത് അവരവരുടെ ജോലികൾ പൂർത്തീകരിക്കുവാൻ സമയപരിധിക്കുള്ളിൽ നടക്കും എന്നുള്ളതും കാണുന്നുണ്ട്. കൂടെ ബുധനും കൂടി 10-ാം ഭാവത്തിൽ സൂര്യനും ബുധനും കൂടി നിൽക്കുന്ന കാരണം നിപുണ യോഗം നിൽക്കുന്നതിനേക്കാൾ ലാഭസ്ഥാനം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. അത് തൊഴിലിൽ ലാഭസ്ഥാനം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വൻകിട കുതിപ്പുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും, എക്സ്പോർട്ട് ഇമ്പോർട്ട് കയറ്റുമതി ഇറക്കുമതി അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളിൽ ഏറെക്കുറെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകളും, സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അതിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നവർക്കും വൻകിട നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകളും, ഐശ്വര്യവും അഭിവൃദ്ധിയും തേടി വരുവാനുള്ള സാധ്യതകളും, ഉന്നതപരമായിട്ടുള്ള അന്വേഷണങ്ങളും ഉന്നതപരമായിട്ടുള്ള നേട്ടങ്ങളും ഗവേഷണ സംബന്ധമായിട്ടുള്ള പരീക്ഷണങ്ങളുമെല്ലാം വിജയിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ഈ കൂറുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്ന ഒരു സമയം കൂടിയാണ്. സയൻസ് സംബന്ധമായിട്ട് പറഞ്ഞാൽ സയൻസിൽ എല്ലാം പെടും. അതായത് മെഡിസിൻ സംബന്ധമായിട്ടുള്ളത് വരും, ശാസ്ത്രീയ സംബന്ധമായിട്ടുള്ളത് വരും, സയൻസിസ്റ്റ് സംബന്ധമായിട്ടുള്ളത് വരും, ഗവേഷണ സംബന്ധമായിട്ടുള്ളത് വരും, മെഡിക്കൽ സംബന്ധമായിട്ടുള്ളത് വരും, അലോപ്പതി മരുന്ന് വിഭാഗം, ഫാർമസ്യൂട്ടിക്കൽ എന്നിങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഒരു മന്ദതകൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ആരോഗ്യ സംരക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം.
ഭാഗ്യം നന്നപോലെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശുക്രനാണ് നിൽക്കുന്നത്. അത് കാരണം ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ കാണുന്നുണ്ട്. ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കിട്ടുവാനുള്ള സാധ്യതയും ഭൂമി കച്ചവടങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയും ഭൂമി വിൽക്കുവാനുള്ള സൗകര്യകരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾ വരികയും അവരവർ ഉദ്ദേശിക്കുന്ന വിലകളിൽ കുറച്ചൊരു താഴ്ച വരികയാണെങ്കിലും വലിയൊരു കുഴപ്പമില്ലാത്ത നേട്ടങ്ങളിൽ കൈകാറുവാനുള്ള സാധ്യതകളും വിറ്റുപോകാനുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഭവന നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കും ഭവന നിർമ്മാണത്തിനോടനുബന്ധിച്ച് ആലോചിക്കുന്നവർക്കും ഭവന നിർമ്മാണം തുടങ്ങുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള സമയം കൂടിയാണ് കാണുന്നത്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഭവന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഭവനം കയറുവാനുള്ള സാധ്യതകളും അതും വളരെ ഈസി ആയിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ലളിതപരമായിട്ടുള്ള ചെലവ് വളരെ ഉചിതപരമായിട്ടുള്ള അവരവർ ഒരു ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നതിൽ ഒതുങ്ങിക്കൂടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഡംബരപരമായിട്ടുള്ള ഭവനങ്ങൾ വയ്ക്കുവാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. അതിന് അർഹതപ്പെട്ടവർക്ക് അത് അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെയുള്ളത് വാഹന യോഗങ്ങളാണ്. വൻകിട വാഹന യോഗങ്ങൾ യഥേഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങൾ ഉള്ളവർക്ക് ഒന്നിലധികം വാഹനങ്ങൾ അല്ലെങ്കിൽ പുതിയ മോഡലുകളിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതകളും തെളിഞ്ഞ് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലകൾക്കും ഡോക്ടേഴ്സ് സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റലേഷൻ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കുമെല്ലാം കുറച്ച് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ അതിർത്തി സംരക്ഷിക്കുന്ന ജവാന്മാർക്കെല്ലാം കുറച്ചൊരു ദോഷകരമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പൊതുവെ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ അതായത് നിയമകാരകനും അതുപോലെ തന്നെ മേധാവിത്വം സേനാധിപത്യം വഹിക്കുന്ന ചൊവ്വ വളരെ നീചാവസ്ഥയിൽ 12ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും രാഹുകേതുക്കളുടെ കാളസർപ്പയോഗം വരുന്നതിനാലും രാജ്യത്തിന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ ചിങ്ങ രാശിയുടെ 4ാം ഭാവാധിപനാണ്. അതായത് രാജ്യത്തിൻ്റെ കാരകനായിട്ടുള്ള 4ാം ഭാവാധിപനാണ് ചൊവ്വ. 12ാം ഭാവത്ത് നിൽക്കുന്ന കാരണം അനിഷ്ട സംഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം രാജ്യത്ത് നടക്കുവാനുള്ള സാധ്യതകൾ ഏറെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ രാശി അതായത് ചിങ്ങക്കൂറിൽ പെട്ടിരിക്കുന്നവർക്ക് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കാതെയും അതുപോലെ തന്നെ അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾ വരുവാനും ഗുരുക്കന്മാരുടെ അനുകൂലപരമായിട്ടുള്ള രീതികളും ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും പിതൃക്കന്മാരുടെ അനുഗ്രഹങ്ങളും കിട്ടുവാനുള്ള സാധ്യതയും ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയും ഭാഗ്യപുഷ്ടിയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ കൂറുകാർ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ജൂൺ മാസത്തിൽ ചിങ്ങരാശിക്കാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കാണുന്നത്. നമസ്കാരം.